സ്കൂൾ സമയമാറ്റത്തിനെതിരെ പരസ്യ പ്രക്ഷോഭം പ്രഖ്യാപിച്ച് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത. പോഷക ഘടകമായ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചും പ്രതിഷേധങ്ങൾ നടക്കും. ഈ വിഷയത്തിൽ സർക്കാരുമായി വിട്ടുവീഴ്ചയില്ലെന്ന് സമസ്ത സെക്രട്ടറിയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായ MD അബ്ദുള്ള മുസ്ലിയാർ സമരപ്രഖ്യാപനം നടത്തി വ്യക്തമാക്കി. 2025 ആഗസ്റ്റ് 5-ാം തീയതി കളക്ടറേറ്റ് ധർണ, 2025 സെപ്റ്റംബർ 30-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച്, 2025 ജൂലൈ 20-ന് മുമ്പ് ജില്ലാ കൺവെൻഷൻ ചേരും, 2025 ജൂലൈ 25-ന് മുമ്പ് റേഞ്ച് തലങ്ങളിൽ കൺവെൻഷൻ ചേരും, 2025 സെപ്റ്റംബർ 30-ന് മുമ്പ് മദ്രസ തലങ്ങളിൽ കൺവെൻഷനുകൾ ചേരും. സംസ്ഥാന സർക്കാർ കൂടിയാലോചനയില്ലാതെയാണ് സ്കൂൾ സമയമാറ്റം നടപ്പിലാക്കിയത്. മദ്രസ പ്രവർത്തന സമയത്തിൽ ഇടപെടാതെ തന്നെ സ്കൂൾ സമയം ക്രമീകരിക്കാമായിരുന്നെന്നും MT അബ്ദുള്ള മുസ്ലിയാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. ഇക്കാര്യത്തിൽ കൂടിയാലോചിക്കാതെ ഇങ്ങനെയുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതിൽ ഈ യോഗം ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ എങ്ങനെ വ്രണപ്പെടുത്താമെന്ന തീവ്ര ഗവേഷണത്തിലാണ് സർക്കാരെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹാരിസ് ബീരാൻ MP കുറ്റപ്പെടുത്തി. ഇവിടെ വിശ്വാസികളുടെ വിശ്വാസം പ്രമാണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വ്രണപ്പെടുത്തലുകളില്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു സർക്കാർ അത് എങ്ങനെ വ്രണപ്പെടുത്താൻ പറ്റുമെന്നുള്ള തീവ്രമായിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകാതിരുന്നതാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.